ശരത്തും അക്ബറും ബിൻസിയും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ശരത്ത് പറയാണ്, ഇന്ന് 10 മണിക്ക് അവൾ പറഞ്ഞാൽ 12 മണിയാകുമ്പോഴത്തേക്കും മാറ്റി പറയും, അതാണ് അവൾ. ഉടനെ അക്ബർ പറയാണ്, അതാണ് അനുവിൻ്റെ ക്യാരക്ടർ അതാണ്. അങ്ങനെ അല്ലെങ്കിൽ അനു ഇല്ല എന്ന് ബിൻസി പറയാണ്. ബിൻസി, ഞാൻ ഇന്നലെ വന്നിട്ട് ഇതുവരെയുള്ള ഞാനും അനുവായിട്ടുള്ള എല്ലാ ടോക്കുകളും അങ്ങനെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തേക്കുന്നത്. ഞങ്ങൾ സംസാരിച്ചേക്കുന്ന ഓരോ ടോക്കുകളും മൊത്തം ക്യാമറ കണക്കാക്കി തന്നെയാണ് ഞാൻ സംസാരിച്ചേക്കുന്നത്. അവൾക്ക് മാത്രമല്ല ക്യാമറ അറിയാവുന്നുള്ളത്, അവൾ മാത്രമല്ല ക്യാമറ പഠിച്ചിട്ടുള്ളത്. എനിക്കും അറിയാം എവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന്, എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം, എവിടെയൊക്കെ എങ്ങനെ ഇന്ന് സംസാരിക്കണം എന്നല്ല എനിക്കും അറിയാം. ഏതൊക്കെ രീതിയിൽ എന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. ലാസ്റ്റ് വരെ ഇന്നലത്തെ ഉൾപ്പെടെ ഞാൻ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ലാസ്റ്റ് അവിടെ നിന്ന് സംസാരിച്ച ഉൾപ്പെടെ അത് മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ശരത്ത് പറയാണ്, ഇവിടുന്ന് ഔട്ടായി കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ആരും ഇല്ല, എനിക്കറിയാം. അതിലെ നൂറേയും ബെസ്റ്റ് ഫ്രണ്ടാണോ ആത്മാർത്ഥ സുഹൃത്താണോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്ന് അക്ബർ പറയാണ്. അല്ലല്ല, അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറയാണ്, കളിയാക്കി പറയാണത്. എന്ന് വെച്ചാൽ അതിലെ നൂറയൊക്കെ അനുമോളെ എന്തെല്ലാം പറയാമെന്ന് മാക്സിമം പറഞ്ഞ്, ബെസ്റ്റ് ഫ്രണ്ടാണെങ്കിൽ അങ്ങനെ പറയത്തില്ലല്ലോ, അതിന് കളിയാക്കി പറയാണ് അക്ബർ. ഇവിടെ ആർക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ ബോണ്ടിങ് ആകാനോ സാധിക്കില്ല, ശരത്ത് പറയാ. പക്ഷെ നമ്മൾ രണ്ടുപേരും നിന്ന് നല്ല ഫ്രണ്ട്സായിട്ട് നീ ഉൾപ്പെടെ അവളോട് ചേർന്ന് ഞങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് പറയാണ്. ഇഷ്ടം പോലെ, അവൾ മാത്രമല്ല ഒരുപാട് പേര്. അത് നമ്മൾ തീരുമാനിക്കണം. അത് ചില ആളുകളുടെ മനസ്സാണ് ചേട്ടാ. ഈ ഷോ കഴിയാൻ 3-4 ദിവസമേ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്കാണ് ഇതെല്ലാം എന്നൊക്കെ പറയാണ് അവർ. ഒരാൾ ആരാന്നറിയുമോ, നമ്മുടെ അപ്പാനി ഇരുന്ന് ഈ ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കുന്നത് ജീഷൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങണമല്ലോ, എന്നിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഈ ടെൻഷൻ ഒന്നുമില്ലാതെ, നമ്മൾ നേരത്തെ ഔട്ടായെങ്കിൽ കൂടെ ഇപ്പം 100 ദിവസം ആകുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരു ഈഗോ ഇല്ലാതെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പറ്റൂല എന്ന് ശരത്ത് പറയുമ്പോൾ ജിസൻ പറയാം, എനിക്ക് പറ്റും, എനിക്ക് എല്ലാവരുടെ കൂടെയും പറ്റും. എല്ലാവർക്കും പറ്റണമെന്നില്ലെന്ന് ശരത്ത് പറയുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് സ്റ്റാബ് ചെയ്യുകയും പൊതിഞ്ഞുണയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ പറ്റും? അപ്പോഴും ഉണ്ടാകും, നീ അങ്ങനെ പറഞ്ഞില്ലേ, നീ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള കുത്തിത്തിരിപ്പും ഈഗോയും ഒക്കെ ഉണ്ടാകുമെന്ന് ശരത്ത് പറയുന്നു. പക്ഷേ പറയാം, അതുകൊണ്ടാണ് പോയിട്ട് ഒന്നും കാണണ്ടെന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പൊളിയും അന്ന് പറയുമ്പോൾ ബിൻസർ, അതെ, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുരു പൊട്ടും എന്ന് അപ്പാന് പറയണം. എനിക്ക് ഈ ബന്ധം വേണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഇവരെല്ലാവരും എനിക്ക് വേണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും, എനിക്ക് വേണം, അതുകൊണ്ടാണ് ഞാനിത് കാണാത്തത്. അപ്പോൾ അക്ബർ പറയാം, അതെന്താണെന്നറിയോ ജീഷൻ, ഈ ഗെയിമിൻ്റെ ഉള്ളിൽ വരാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് ഗെയിമിലുള്ളതല്ല, ഗെയിമിന് പുറത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അത് നമ്മളെപ്പറ്റി പറയുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഗെയിമിൻ്റെ ഭാഗമല്ലല്ലോ, മനസ്സിലായില്ലേ? അക്ബർ പറയാണ്. അല്ല, എനിക്ക് മനസ്സിലാത്ത ഈ ശരത്തൊക്കെ പുറത്ത് പോയി ഇത്രയും നാളത്തെ എപ്പിസോഡും കാര്യങ്ങളെല്ലാം കണ്ട ആളുകൾ പറയുന്നതൊക്കെ കേട്ടിട്ട് തിരിച്ച് 2 ദിവസം വന്നിട്ട് വീണ്ടും അവർ അതേ തന്നെ പിന്തുടരുന്നുള്ളതാണ്. ഒരു പഴഞ്ചൊല്ലില്ലേ, നായുടെ വാൽ എത്ര നാൾ കുഴലിലിട്ടാൽ അത് നൂരത്തില്ലെന്ന്, അത് തന്നെയാണ് ശരത്ത്. ഇവരെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും സെയിം തന്നെ. ഇപ്പം അല്ലെങ്കിൽ പുറത്ത് പോയി കണ്ടിട്ട് വന്നതാണ്. എന്നാൽ ഈ 2 ദിവസമെങ്കിലും നല്ല രീതിയിൽ നിന്ന ആൾക്കാരുടെ മനസ്സിലൊരിടം പിടിക്കണം എന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.